ഹലോ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ പോലെ കിട്ടിയിടാമെന്ന് വിചാരിച്ചു. രാവിലെ തന്നെ എടുക്കണമെന്ന് വിചാരിച്ചത്, പക്ഷേ രാവിലത്തെ ഒരു ചായ അപ്പോഴെല്ലാം ആക്കിയിട്ടെല്ലാം ആയിട്ട് ഞാൻ വന്നിട്ട് കുറച്ച് കിടന്ന് ഇരുട്ട് ഭയങ്കര റൂം ഇരുട്ട് അങ്ങനെ മഴ വരുന്നുണ്ട് പുറത്ത്. പിള്ളേർക്കെല്ലാം നല്ല തണുപ്പിൽ നല്ല കുറച്ച് കഴിഞ്ഞിട്ട് ഓൾ എണിച്ചിട്ട് ഓക്കുള്ള അപ്പോൾ ഓൾ ചപ്പാത്തി തന്നെ പറഞ്ഞിട്ട് വാശി പിടിച്ചിട്ട് ഓരോ ചപ്പാത്തിയും കൊടുത്ത് എല്ലാം തിന്നുന്ന പോലെ തിന്നുന്നില്ല. എന്താ ഞങ്ങളെല്ലാവരും ഇരുന്നിട്ട് ചായ അപ്പോൾ എല്ലാം കുടിച്ച് അപ്പോഴും പുറത്ത് നല്ല മഴ. എന്ത് മഴ വരുന്നത്, എണിക്കാൻ തോന്നാല ബെഡിൽ അങ്ങനത്തെ മഴ വരുന്നതാണ്. എന്നെ കിടന്നിട്ട് ഉറങ്ങാനുള്ളതൊക്കെ നല്ല മഴ വരുന്നുണ്ട്. മഴ വരുമ്പോൾ അങ്ങനെ പേടിയുവാന്ന് സന്തോഷമാന്ന്. അത് കഴിഞ്ഞിട്ട് വേഗം ഫുഡെല്ലാം കഴിച്ചിട്ട് കിച്ചണെല്ലാം ഒന്ന് ക്ലീനാക്കിയിട്ടെടുത്തെന്നല്ലെങ്കിൽ ചായ പിടിച്ച പാത്രം അതെല്ലാം ഇങ്ങനെ കയറ്റിയെടുത്ത് ഓരോന്ന്. അപ്പം ഞാൻ കുറേ വീഡിയോ ഒന്നും ഇടാത്ത ടൈമിന് എല്ലാവരും എന്നോട് ചോദിച്ച്, എന്താ നീ വീഡിയോ ഇടാത്ത, വീഡിയോ ആക്കുന്നത് എന്ത് സ്റ്റോപ്പാക്കിയാ, നീ വ്ളോഗ് ഇടാതെ നോമ്പിനെല്ലാം ഇടാത്തപ്പോൾ കുറേ ആൾ ചോദിച്ചിന്, നീ എന്ത് വ്ളോഗ് ഒന്നും ഇടാത്ത, നോമ്പിൻ്റെ എന്തോ റെസിപ്പി അങ്ങനത്തെ അല്ലെങ്കിൽ വ്ളോഗ് അങ്ങനെ എന്തും ഇടാത്ത എന്ത് എന്നിട്ട് കുറേ ആൾ ചോദിച്ചു. അപ്പം എൻ്റേതായിട്ടുള്ള കുറേ സിറ്റുവേഷൻ ഉണ്ടായിന്, കുറേ കാര്യം ഉണ്ടായിന്. അതെന്നെ നല്ലോണം അറിയുന്ന ആൾക്കാർ, എൻ്റെ ഫാമിലി ഫ്രണ്ട്സ് അവർക്ക് എല്ലാവർക്കും അറിയും ഏത് സിറ്റുവേഷനിൽ ഞാൻ ഉണ്ടായത്, എങ്ങനെ ഉണ്ടായത്, എന്ത് കാരണത്താൽ ഞാൻ വീഡിയോ ഇടാത്തത്, അതിനെല്ലാം കുറിച്ചിട്ട് എന്നെ നല്ലോണം അറിയുന്ന ആൾക്കാർക്ക് എല്ലാം അറിയും എന്തുകൊണ്ട് ഞാൻ വീഡിയോ ഇടാത്തത് എല്ലാം ചെയ്തിട്ട്. പക്ഷെ ഇപ്പോഴും ഞാൻ റീസ്റ്റാർട്ടാക്കാൻ വിചാരിച്ചിട്ടേ ഉണ്ടായിട്ടാ. പക്ഷെ കുറേ ആൾ വേക്ക് ഇങ്ങനെ ചോദിച്ച്, എന്താ നീ വീഡിയോ ഇട്ട് എന്താണെന്ന് നോക്കാമല്ലോ. കാരണം കുറേ ആൾ നീ എന്തിന് വീഡിയോ ഇടുന്നത് ചോദിക്കുന്ന ആൾക്കാരുണ്ട്, നീ വീഡിയോ ഇടാതെയും ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കുറേ ഉണ്ട്. പോറ് ചെല്ലിക്കൊണ്ട് മാത്രം ഞാൻ റീസ്റ്റാർട്ടാക്കി വീഡിയോ. അതിനുണ്ട് ഇൻഷാ അല്ലാഹ് അതിനെപ്പോഴും ഇടണമെന്ന് വിചാരിക്കുന്നു. കീപ് സപ്പോർട്ട്. പിന്നെന്തെന്നില്ലെങ്കിൽ കിച്ചണെല്ലാം ഫുള്ള് ക്ലീനാക്കി അത് കഴിഞ്ഞിട്ടായിട്ട് എൻ്റെ മച്ചൻസിൻ്റെ മോളുണ്ട് നിൽക്കാൻ വരും, മദ്രസ ലീവല്ലേ, റെഡെല്ലാം ഇട്ട് നിന്നിട്ട്. അപ്പോൾ അവൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് അപ്പോൾ എന്ത് വേണ്ട ഡൈനോ ഷേക്ക്, അതായത് ഹെർബൽ ലൈഫിൻ്റെ ഡൈനോ ഷേക്ക് ഉണ്ട്, അപ്പോൾ അത് മതി എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ അടിച്ചു കൊടുത്ത്. പിന്നെ എന്നിട്ട് ഞാൻ പുറത്ത് പോയിട്ട് നോക്കുമ്പോൾ നല്ല മഴ നിപ്പിച്ചിട്ടില്ല. ഒരു വെള്ളിയാഴ്ച ആയിട്ട് പോലും നമുക്കൊരു അജുമ്മൊക്കെ പോകുന്ന ടൈമിന് പോലും ഒരു വെളി അങ്ങനെ ഒന്നും ഉണ്ടായിട്ട. ഫുള്ള് മഴ തന്നെ. ഒരു ദിവസം മുന്നേ വൈകുന്നേരം തുടങ്ങിയ മഴയാണ്, നിന്നിട്ടേ ഉണ്ടായിട്ട. അത് ഇന്ന് പേളി മണീൻ്റെ റെസിപ്പി വെച്ചിട്ട്, അതായത് പേളി മണി ഉണ്ടാക്കിയ തക്കാളി ചോറുണ്ടല്ലോ, അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഫ്രൈഡേ അല്ലേ, അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പേളിമണി പറയുന്ന പോലെ തന്നെ ഞാനൊരു സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ പേളിമണി എന്ത് യൂസാക്കുന്നതെന്ന് വെച്ചില്ലെങ്കിൽ പട്ടാണി യൂസാക്കുന്നത്. ഞാനത് യൂസാക്കിയിട്ട ഇവിടെ ചില ആൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, അപ്പോൾ പിന്നെ യൂസാക്കിയിട്ട് അതിൻ്റെ ഒരു സ്മെൽ അങ്ങനെ ഒന്ന് ഗ്യാസ്, അപ്പോൾ അത് നമ്മൾ യൂസാക്കിയിട്ട് പേളിമണി ആ ഇതിൽ കാണിക്കുന്ന പോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എണ്ണ ഇട്ടിട്ട് പിന്നെ പട്ട ഗ്രാമ്പ് അതെല്ലാം ഇട്ടിട്ട് കാഷ്യൂ ഇട്ടിട്ട് അതൊന്ന് ഒരു മൂപ്പിച്ചിട്ട് എടുത്തിട്ടായിട്ട് അതിലേക്ക് ഉള്ളി ഇടുന്നത്. ഉള്ളി നല്ലോണം ഒരു പിടി ഉപ്പെല്ലാം ഇട്ടിട്ട് നല്ലോണം ഇതായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടെല്ലാം പറഞ്ഞു അടുത്തോളം മിക്സാക്കുന്നെല്ലാം ഉണ്ട്. അപ്പോൾ കുറേ ദിവസമായി ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നത്, ഈ തക്കാളി ചോറ് ഉണ്ടാക്കണം, ആരെ റെസിപ്പി നോക്കിയിട്ട് ഉണ്ടാക്കുന്നത്, അങ്ങനെ ഇങ്ങനെ എല്ലാം കുറേ വിചാരിച്ച് ആരതിങ്ങനെ സെർച്ചാക്കിയിട്ട് നമുക്ക് പേളി മണീൻ്റെത് ഇങ്ങനെ നല്ലൊരു ഇതിൽ കാണുന്നു. അത് പേളി അപ്ലോഡാക്കിയിട്ട് ഏകദേശം നമുക്ക് തോന്നുന്നൊരു 3 കൊല്ലം എന്തായിട്ടുണ്ടാവും. നില ബേബി ഒരു ചെറിയ കുഞ്ഞായിട്ടുണ്ടായിട്ടാകുമ്പോൾ ആ ഡെലിവറി കുറച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ എനിക്ക് തോന്നുന്നൊരു ഏകദേശം ഒരു നില ബേബിക്ക് 3-4 മാസമെല്ലാം ആയിട്ടുണ്ടാവും. ആ ടൈമിലെന്തോ ഉണ്ടാക്കിയ വീഡിയോ അത് നോക്കിയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഉള്ളി നല്ലോണം നല്ല ഇതാക്കിയിട്ടായിട്ട് അതിലേക്ക് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഏത് ഫ്ലേവർ വേണമെങ്കിൽ ഇടാം മുളക് പൊടി. ഞാനിപ്പോൾ നല്ല എരിവുള്ളൊരു മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. 2 സ്പൂൺ അത് ഇട്ടിന്. 1 സ്പൂൺ മാത്രം മല്ലിപ്പൊടി ഇട്ടിന്. അതിൽ തന്നെ പേളി മണീസൊന്നും മഞ്ഞപ്പൊടി വരെ ഇടുന്നില്ല തക്കാളി ചോറിന്, അത്രക്കും ടേസ്റ്റായിട്ടുള്ള, അതായത് മുളക് പൊടിയും മല്ലിപ്പൊടിയും മാത്രം ഇട്ടിട്ടുള്ളൊരു തക്കാളി ചോറ്. അപ്പോൾ അത് ഇട്ടിട്ട് കുറച്ച് അതിൻ്റെ ഒരു സ്മെല്ല് പോയിട്ടായിട്ട് തക്കാളി നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഞാൻ ഏകദേശം ഒരു 4
മീഡിയം സൈസിൽ മീഡിയം അല്ല, കുറച്ച് അതിനൊരു വലുതുള്ള തക്കാളി അരിച്ചിട്ട് അതിലേക്ക് ഇട്ടിനും. എന്നിട്ട് അത് നല്ലോണം മിക്സാക്കിയിട്ട് ആ സ്മെല്ലെല്ലാം നല്ലോണം പോകണം. പൊടീൻ്റെ എല്ലാം കുത്തൽ മണം ഉണ്ടാകുന്നില്ലേ, അതെല്ലാം നല്ലോണം പോകണം. ഇനി ഉണ്ടാക്കാൻ കുറച്ച് ക്ഷമ പോകണമെന്ന് മാത്രം. പക്ഷെ ഉണ്ടാക്കാൻ ഏറ്റവും എളുപ്പമുള്ള കഥയെ വെക്കും. ഞാനിപ്പോൾ ഒരു പാട്ട അരി ഇട്ടിരുന്നത്, മീൻസ് ഒരു കപ്പ് അങ്ങനെ ആക്കിയിട്ട് എടുത്തിനത്. അപ്പോൾ അത് നല്ലോണം ഊറ്റിയിട്ട് വെള്ളമെല്ലാം ക്ലീനാക്കിയിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാകാൻ, അതിനനുസരിച്ചിട്ട് നമ്മൾ അരി ഇട്ടിട്ട് ആ മസാലയിൽ നല്ലോണം മിക്സാക്കിയിട്ട് ഫുള്ളും ഒന്നിച്ചിട്ടാക്കണം. ആ മസാലയും അരിയും രണ്ടും കൂടി മിക്സാക്കണം. അപ്പം ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ വെള്ളം തിളക്കാൻ വെച്ചിട്ട് തിളച്ചിട്ട് കുറേ നേരം തിളക്കണ്ട, പറ്റണ്ട. അപ്പോൾ നമുക്ക് ആ കണക്ക് പോവും. ഒരു പാട്ട അരിക്ക് 2 പാട്ട വെള്ളമാണല്ലേ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇട്ടില്ലെങ്കിൽ കുറേ നേരം വെള്ളം തിളച്ചെങ്കിൽ അളവ് തെറ്റും വെള്ളത്തിൻ്റെ. അപ്പോൾ ജസ്റ്റ് ഒരു തള വരുമ്പോൾ തന്നെ ഓഫാക്കിയിട്ട് ഞാൻ വെള്ളത്തിലേക്ക് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ടെല്ലാമായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ ഉപ്പെല്ലാം നോക്കിയിട്ട് കറക്റ്റ് ഉപ്പെല്ലാം അതിനാ ചെല്ലിയിട്ട് നോക്കിയിട്ട് അടിച്ച് വെച്ചിട്ട് വേവിക്കണം. നമുക്ക് അതിൻ്റെ മുകൾക്ക് പിന്നെ മല്ലിച്ചപ്പല്ലിട്ടിട്ട് വെക്കുന്നെങ്കിൽ അങ്ങനെ വെക്കാം, അല്ല ലാസ്റ്റ് ഇടുന്നെങ്കിൽ അങ്ങനെ ഇടാം. അതായത് ഉപ്പെല്ലാം ഇട്ടതിന് ശേഷം വയ്യക്കും മിക്സാക്കിയിട്ട് മൂടിയിട്ട് വെക്കുന്നുണ്ട്. ചെറിയൊരു ഉപ്പ് കുറവുണ്ടായി, അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് ഉള്ളിൽ കിട്ടിയിട്ടാണ്. അപ്പോൾ അതിലേക്ക് നോക്കിയിട്ട് ഇതാക്കി. പിന്നെ മല്ലിച്ചപ്പെല്ലാം കട്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് തന്നെ ഇട്ടെടുക്കുക. കാരണം അല്ലെങ്കിൽ അത് തിളക്കുമ്പോൾക്ക് അതിൻ്റെ ഉള്ളിലേക്കെല്ലാം ഈ മല്ലിച്ചപ്പിൻ്റെ സ്മെല്ലെല്ലാം പോകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ചോറിന്. എന്നിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 20 മിനിറ്റ് എടുത്തിന് എനിക്കിത് വേവിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്നിട്ടൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നിട്ട് ഞാനത് അടുക്കന്നെ നല്ലോണം നമ്മൾ കേക്കിനെല്ലാം ഫോൾഡാക്കും പോലെ ഫോൾഡാക്കിയിട്ട് അടുക്കെ ഒരു റൗണ്ട് ഷേപ്പാക്കിയിട്ട് വെച്ചിരുന്നു. പിന്നെ ഇതിൻ്റെയൊക്കെ കോമ്പിനേഷനായിട്ട് ചിക്കൻ ഫ്രൈ നല്ല ഒന്ന് പേളിച്ചെല്ലിയും കൊണ്ട് ഞാൻ ചിക്കൻ ഫ്രൈ എടുത്തിന് പൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു സലാഡ് പോലെ ആക്കിന്. അതെല്ലാം ആയിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അപ്പോൾ അത് ഓപ്പൺ ആക്കിയിട്ട് ഞാൻ ചോറ് സൂപ്പർ ടേസ്റ്റായിരുന്നു, നല്ലതിന്. അപ്പോൾ നിങ്ങളും ട്രൈ ആക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.